എന്തോ ഒരു തുറക്കണ ഒരു സാധനമൊക്കെ വെച്ച് തുറക്കാറൊക്കെ ഉണ്ട്. നമ്മളിത് അൺബോക്സറൊന്നും അല്ലാത്ത കൊണ്ട് നമ്മൾ വീട്ടിലിരിക്കണ സാധാ കത്തി വെച്ചിട്ടാണ് പൊട്ടിച്ച് കളിക്കണത്. ഉണ്ടോ? പൊട്ടിച്ച് ഇത് എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാം. വെയ്റ്റ് ആൻഡ് മെഷർ ഇത് ചെയ്യണ ലീഗൽ മെട്രോളജിക്ക് കൊടുക്കാം. ഡിസ്ട്രിക്ട് കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജിക്ക് കൊടുക്കാം. കൺസ്യൂമർ കോർട്ടിന് നമുക്ക് പെറ്റീഷൻ കൊടുക്കാം. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ നമുക്ക് പെറ്റീഷൻ കൊടുക്കാം. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരാം. കാഴ്ച മറ്റൊന്നുമല്ല, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള മുഖ്യധാര ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ വലിയൊരു തട്ടിപ്പാണ്. അതായത് 50 രൂപയുടെ സാധനം 100 രൂപയ്ക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ 50 രൂപയുടെ സാധനം 1000 രൂപയ്ക്ക് കൊടുക്കുന്ന വലിയൊരു തട്ടിപ്പ്. ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി കുറച്ച് ദിവസങ്ങളായി ഞാനിത് നടക്കുന്നു. എന്തായാലും ഇന്ന് ആ സാധനത്തിൻ്റെ ഡെലിവറി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ സബ്ജക്റ്റ്. എന്നിട്ട് ബാക്കി ഞാൻ പറയാം. ഇതാണ് ഇന്ന് ആമസോൺ എനിക്ക് വീട്ടിൽ ഡെലിവറി ചെയ്തിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കാന്താരിയാണ്, നെല്ലിക്ക കാന്താരിയാണ്. 706 രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ഞാനിന്ന് ആ SKN നെല്ലിക്ക കാന്താരി എന്ന് പറയുന്ന ഒരു സാധനം ഓൺലൈനിൽ ഡെലിവറി എടുത്തു. അതാണ് ഇപ്പം നമ്മൾ പൊട്ടിക്കാൻ പോകുന്നത്. എന്തായാലും പൊട്ടിക്കുന്ന കാഴ്ച കൂടി നിങ്ങൾ കണ്ടോളൂ. പുതിയ ബോക്സ്. നമുക്ക് ആ സൈഡ് തുറക്കണ്ട, ബാക്ക് സൈഡ് തുറക്കാം. ഈ ചില യൂട്യൂബർമാരൊക്കെ ഈ കത്തിയും ഇതൊന്നും ഇല്ലാണ്ട് മറ്റേ എന്തോ ഒരു തുറക്കണ ഒരു സാധനമൊക്കെ വെച്ച് തുറക്കാറൊക്കെ ഉണ്ട്. നമ്മളിത് അൺബോക്സറൊന്നും അല്ലാത്ത കൊണ്ട് നമ്മൾ വീട്ടിലിരിക്കണ സാധാ കത്തി വെച്ചിട്ടാണ് പൊട്ടിച്ച് കളിക്കണത്. ഉണ്ടോ? പൊട്ടിച്ച് ഇത് എന്തോ ഒരു സാധനം ഇരിപ്പുണ്ട്. ഫോർ ആമസോൺ 699 രൂപ. ടാക്സ് എമൗണ്ട് 106 രൂപ. അങ്ങനെ ടോട്ടൽ എമൗണ്ട് 699 രൂപ. ബില്ല് കണ്ടോട്ടോ. ഇനി ഈ സാധനം കാണിച്ചു തരാം. ഇതാണ് നെല്ലിക്ക കാന്താരി എന്ന് പറയുന്ന സാധനം. ഇതിങ്ങനെ പൊട്ടിച്ചു. ഇതിൻ്റെ MRP ചെറുതായിട്ടൊന്ന് തിരുത്തിയിട്ടുണ്ട്. അവരുടെ ബ്രാൻഡിൽ SKS എന്ന് പറയുന്ന ബ്രാൻഡ് ചെറുതായിട്ട് MRP ഒന്ന് തിരുത്തി. കണ്ടോ? MRP തിരുത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും വിടുന്നില്ല. നമുക്ക് ഈ കമ്പനി പോയിട്ട് ഇതിൻ്റെ യഥാർത്ഥ MRP നമുക്കൊന്നറിയണം. വേണ്ടേ? അങ്ങനെ പറ്റിച്ചു കൊണ്ടുപോയാൽ അത് ശരിയാവുന്ന ഒരു നല്ലൊരു കീഴ്വഴക്കമല്ലല്ലോ. അപ്പം എന്തായാലും നമുക്ക് ഇവരുടെ അഡ്രസ്സ് കാണിച്ചിരിക്കുന്നത് SKN ചടയങ്കാലൈ കഞ്ചിക്കോട് പാലക്കാടാണ് ഇവരുടെ ഇത് കാണിച്ചിരിക്കുന്നത്. ഇതിൽ അടിപൊളിയായിട്ട് ഈ പറയുന്ന MRP ഇവർ വെട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ റേറ്റ് എന്ന് പറയുന്നത് 300 രൂപയാണ്.
അത് ഹോൾസെയിലിൽ മേടിക്കുമ്പോൾ അത് 150 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ ഈ പറയുന്ന സാധനത്തിന് ഇവർ ഇത്രയും വില കൂട്ടി മേടിച്ച സാഹചര്യത്തിൽ അത് ആ തട്ടിപ്പ് നിങ്ങളൊന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉണ്ടായുള്ളൂ. ഇനി അതല്ല, ഇനി അതിൻ്റെ നിയമ നടപടികൾ കൂടി എടുക്കാനാണ് എൻ്റെ തീരുമാനം. കാരണം ഒരു MRPയിൽ കൂടുതൽ എമൗണ്ട് മേടിക്കുക എന്ന് പറയുന്നത് കുറ്റകരമായ ശിക്ഷയുമാണ്. ആ ശിക്ഷ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ആ ശിക്ഷ മറ്റൊന്നുമല്ല, ഒരു സാധനത്തിൻ്റെ MRP കൂട്ടി വിൽക്കുക എന്ന് പറയുന്ന ഒഫൻസുകൾ ഈ പറയുന്നതൊക്കെയാണ്. ലീഗൽ മെട്രോളജി ആക്ട് 2009 സെക്ഷൻ 36(1) പ്രകാരം ഒഫൻസാണ്. അതായത് MRPയിൽ കൂടുതൽ വില വെച്ച് വിറ്റാൽ ലീഗൽ മെട്രോളജി റൂള് 2011 പ്രകാരവും ലീഗൽ മെട്രോളജി ആക്ട് 2009 പ്രകാരവും സെക്ഷൻ 36(1) പ്രകാരം ഒഫൻസാണ്. ഇനി ആ ഒഫൻസ് അവിടെ ഇരിക്കട്ടെ. ഇനി അത് മാത്രമല്ല, ഇവരുടെ സ്ഥാപനത്തിൻ്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ പറ്റും. ഇനി അത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയണ്ടേ? ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാം. വെയ്റ്റ് ആൻഡ് മെഷർ ഇത് ചെയ്യണ ലീഗൽ മെട്രോളജിക്ക് കൊടുക്കാം. ഡിസ്ട്രിക്ട് കൺട്രോളർ ഓഫ് ലീഗൽ മെട്രോളജിക്ക് കൊടുക്കാം. കൺസ്യൂമർ കോർട്ടിന് നമുക്ക് പെറ്റീഷൻ കൊടുക്കാം. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ നമുക്ക് പെറ്റീഷൻ കൊടുക്കാം. വാട്സാപ്പ് കംപ്ലൈൻറ്റ് മുഖാന്തരവും പെറ്റീഷൻ കൊടുക്കാം. അവരുടെ വാട്സാപ്പ് നമ്പർ പറയുന്നത് ഇതാണ്: 8800001900. എന്തായാലും ഇതിനകത്ത് എവിടെ കൊടുക്കണം എന്നുള്ളതാണല്ലോ അടുത്ത ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മൾ പോകുന്നത് കൺസ്യൂമർ കോർട്ടിലാണ്. അതായത് എന്നെ ചീറ്റ് ചെയ്തത് ആമസോണാണ്. ആമസോൺ മാത്രമല്ല, അതിൻ്റെ യഥാർത്ഥ കുപ്പിയുടെ വില അവർ വെട്ടിക്കളയുകയും ചെയ്തു. ഞാൻ പാക്കറ്റ് പൊട്ടിച്ചിട്ടൊന്നുമില്ല, പാക്കറ്റ് പൊട്ടിക്കാനും പോകുന്നില്ല. പക്ഷേ അങ്ങനെ പറ്റിക്കുന്ന പരിപാടി എല്ലാവർക്കും ഉണ്ട്. ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുമ്പോൾ പുറത്തതിൻ്റെ യഥാർത്ഥ വില കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നത് വളരെ അഭികാമ്യമായിരിക്കും. എന്തായാലും നമ്മൾ നേരെ പോകുന്നത് പാലക്കാടേക്കാണ്. പാലക്കാട് ഈ കമ്പനിയിൽ പോയി ഈ കമ്പനിയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് കൂടി മേടിക്കുന്നു. ആ പ്രൊഡക്റ്റ് മേടിച്ചതിന് ശേഷം നമ്മൾ കൺസ്യൂമർ കോടതിയിലേക്ക് പെറ്റീഷൻ ഡ്രാഫ്റ്റ് ചെയ്യുവാണ്. ഇത് തന്നെയാണോ ഇവരുടെ MRP, യഥാർത്ഥ MRP എന്നത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വെട്ടിയിട്ടിട്ടുണ്ട്. അതോ വെട്ടിയതാണോ എന്ന് വെറുതെ വാഗൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതിനകത്ത് ഇപ്പോൾ 700 ചില്ലാൻ രൂപ, അപ്പുറത്ത് 600 ചില്ലാൻ രൂപ, അല്ല 300 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണോ എന്ന് പോയി പരിശോധിച്ചതിന് ശേഷം ബാക്കി പറയാം.